പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സിദ്ധാർത്ഥിനെ ചെന്ന് കണ്ട് കാശിനാഥൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതാണ് എന്തുകൊണ്ടും നിനക്ക് നല്ലത്. അവളെ നിനക്കൊരിക്കലും സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. അവൾ എൻ്റെ പെണ്ണാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഓഹോ, നമുക്ക് കാണാം. കാശിനാഥനുമായി ഏറ്റുമുട്ടാൻ ഞാൻ തയ്യാറാണ് അവൾക്ക് വേണ്ടി. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഞാനെടുത്ത തീരുമാനത്തിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കും. എന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം അവൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പിന്മാറുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതിനിപ്പോൾ മറ്റ് എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഇത് കേട്ടതിനെ തുടർന്ന് അപ്പോൾ നിനക്ക് ജീവനോടെ ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശം ഇല്ല എന്ന് ചുരുക്കം. ഓ, ഭീഷണി! അങ്ങനെ പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാനിപ്പോൾ ജീവനോടെ തിരികെ പോകും എന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയുമില്ല. ഞാൻ എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രശ്നവുമില്ല. മനസ്സിലായോ? ഇത് കേട്ടതിനെ തുടർന്ന് കാശിനാഥന് വാശിയേറിയിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇതിനൊരു തിരിച്ചടി കൊടുക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാശിനാഥൻ മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്നാണ് കാശിനാഥൻ സിദ്ധാർത്ഥിനെ ചെന്ന് കണ്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം മനുവിൻ്റെ സഹോദരി അറിയാനിടയാകുന്നത്. കല്യാണം മുടക്കുന്നതിന് വേണ്ടി അയാൾ തകൃതിയായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവൾ. എന്തൊക്കെ സംഭവിച്ചാലും ഞാനെടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് ഞാൻ പോവുകയില്ല. അത് ഉറപ്പ് തന്നെയാണ്. ഇത് ഇനി മുന്നിലേക്ക് കൊണ്ടുപോകുന്ന പ്രശ്നമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് അവർ. ഇതേ സമയം മനുവാകട്ടെ സിദ്ധാർത്ഥിനെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു. സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മനു സിദ്ധാർത്ഥ് വെറുതെ തൻ്റെ സഹോദരിയെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സിദ്ധാർത്ഥ് തനിക്ക് യാതൊരു തെറ്റിദ്ധാരണയും ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. ഞാൻ എന്തായാലും പേടിച്ച് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അവളെ ഞാൻ തന്നെ വിവാഹം കഴിക്കും. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മനുവിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.